ദേശം ഒരുമയോടെ ശ്വാസമെടുക്കുന്ന കാലമാണ് കളിയാട്ടക്കാലം. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം അതിയിടം ശ്രീ മുച്ചിലോട്ടുകാവിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. എന്താണ് പെരുങ്കളിയാട്ടം? പെരുമയോടെയുള്ള കളിയാട്ടം. അതായത് ആചാരപ്പെരുമ, അനുഷ്ഠാനപ്പെരുമ, ആഹാരപ്പെരുമ, ദേശപ്പെരുമ ഇവയൊക്കെ ഒത്തുചേർന്നതാണ് പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുച്ചിലോട്ട് ദേവിയുടെ മാംഗല്യമാണെന്ന്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഇതൊക്കെ മറന്ന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തനത് വിശ്വാസ പാരമ്പര്യവും നാടൻ സംസ്കാരവും ഇന്നും ജീവിക്കുന്ന അപൂർവ ഇടങ്ങളാണ് ഓരോ മുച്ചിലോട്ട് കാവുകളും. പ്രകൃതിയും വിശ്വാസവും മനുഷ്യനും ഒന്നിക്കുന്ന ഈ പുണ്യഭൂമികളിൽ തെയ്യം ഒരു അനുഷ്ഠാനം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറപ്പെട്ട ജീവിക്കുന്ന ചരിത്രമാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി കണ്ടു. ആ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ അനുഷ്ഠാന ഭംഗി മനസ്സിലാക്കണമെങ്കിൽ തെയ്യത്തിൻ്റെ ആദ്യപടിയായ വെള്ളാട്ടത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിലെ തെയ്യ പാരമ്പര്യത്തിൽ തെയ്യത്തിൻ്റെ പ്രാരംഭ ആവിഷ്കാരമാണ് വെള്ളാട്ടം. തെയ്യം കെട്ടുന്നതിന് മുൻപായി അരങ്ങേറുന്ന ഈ അനുഷ്ഠാനത്തിൽ ലളിതമായ മുഖത്തെഴുത്തും ആടയാഭരണങ്ങളില്ലാത്ത വേഷവുമാണ് ഉപയോഗിക്കുന്നത്. തെയ്യത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്കുള്ള വിശുദ്ധമായ ഒരുക്കമായാണ് വെള്ളാട്ടം കണക്കാക്കപ്പെടുന്നത്. അപൂർവമായ ചില തെയ്യങ്ങൾക്ക് മാത്രമാണ് തോറ്റം, വെള്ളാട്ടം, തെയ്യം എന്നീ 3 ഘട്ടങ്ങളിലൂടെയുള്ള സമ്പൂർണ്ണ അനുഷ്ഠാന പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി നൂറ്റാണ്ടുകളായി കെട്ടിയാടുന്ന മറ്റു തെയ്യങ്ങളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. മുച്ചിലോട്ട് കാവിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി. അറിവിലും തത്വചിന്തയിലും സമുന്നതയായ ഒരു ബ്രാഹ്മണ കന്യക അസൂയയും ചതിയും മൂലം അഗ്നിയിലേക്ക് തള്ളപ്പെടുകയും പിന്നീട് ദൈവശക്തിയായി ആരാധിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ വിശ്വാസ പുരാവൃത്തം. ജ്ഞാനത്തിൻ്റെയും മാതൃശക്തിയുടെയും നീതിയുടെയും പ്രതീകമായി ഇന്നും ഭക്തഹൃദയങ്ങളിൽ മുച്ചിലോട്ടമ്മ നിറഞ്ഞു നിൽക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി നൂറ്റാണ്ടുകളായി കെട്ടിയാടപ്പെടുന്ന ഓരോ തെയ്യത്തിനും പറയാനുള്ളത് ഓരോ കഥയാണ്. ഓരോ കഥയ്ക്കും പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉറ്റ തോഴിയായി ആരാധിക്കപ്പെടുന്ന കണ്ണങ്ങാട്ട് ഭഗവതി ശ്രീകൃഷ്ണ ജന്മവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലൂടെയാണ് വിശ്വാസങ്ങളിൽ ഇടം നേടുന്നത്. കംസന്റെ ക്രൂരതയെ വെല്ലുവിളിച്ച് തന്റെ ശത്രു അമ്പാടിയിൽ വളരുന്ന കണ്ണനാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. കണ്ണനെ കാട്ടിയ ദേവിയായാണ് കണ്ണങ്ങാട്ട് ഭഗവതി ആരാധിക്കപ്പെടുന്നത്. ധർമ്മത്തിന്റെ വിജയത്തെ അനശ്വരമാക്കുന്ന മറ്റൊരു ദൈവസങ്കല്പമാണ് വിഷ്ണുമൂർത്തി. പ്രഹ്ലാദന്റെ അചഞ്ചലമായ ഭക്തിക്ക് സാക്ഷിയായി തൂണിൽ നിന്ന് നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ സംഹരിച്ച മഹാവിഷ്ണുവിൻ്റെ രൗദ്രാവതാരമാണ് വിഷ്ണുമൂർത്തി തെയ്യം. അധർമ്മത്തിന്റെ അന്ത്യവും ധർമ്മത്തിന്റെ വിജയവും ഒരേ സമയം വിളിച്ചോതുന്ന ദൈവിക സാന്നിധ്യമായാണ് വിഷ്ണുമൂർത്തി ആരാധിക്കപ്പെടുന്നത്. ഉഗ്രശക്തിയുടെ ദിവ്യ സ്വരൂപമാണ് നരമ്പിൽ ഭഗവതി. അസുര സംഹാരത്തിനിടെ കാളിയുടെ രക്തത്തിൽ നിന്നുദിച്ച ശക്തി സ്വരൂപിണിയായ നരമ്പിൽ ഭഗവതി അധർമ്മത്തെ സംഹരിച്ച് ലോകക്ഷേമത്തിനായി അവതരിച്ച ദേവതയാണ്. വട്ടമുടിയും വെള്ളക്കീറും വൻ പന്തങ്ങളും ഈ തെയ്യത്തിൻ്റെ സവിശേഷതകളാണ്. ഭയവും ഭക്തിയും ഒരുപോലെ ഉണർത്തുന്ന ഈ ദേവീ സങ്കല്പം തിന്മയെ അകറ്റി നന്മയെ കാത്തുസൂക്ഷിക്കുന്ന ശക്തിയുടെ പ്രതീകമായാണ് ഇന്നും ആരാധിക്കപ്പെടുന്നത്. ആകാശപാതാളങ്ങളിൽ ചണ്ഡമുണ്ടാസുരന്മാരെ സംഹരിച്ച കാളിയുടെ രൗദ്രഭാവമാണ് മടയിൽ ചാമുണ്ടി എന്നാണ് വിശ്വാസം. നായാട്ടിനിടെ വണ്ണാടിൽ പൊതുവാൾ പന്നി എന്ന് കരുതി മടയിലേക്ക് അമ്പെയ്തതോടെയാണ് ഈ ഐതിഹ്യം ആരംഭിക്കുന്നത്. ഗുഹയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഭീകരരൂപം പൊതുവാളിനെ സംഹരിച്ചുവെന്നും ആ ദേവീ സ്വരൂപം മടയിൽ ചാമുണ്ടിയായെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നും പന്നിയുടെ മുഖവും കോഴിയെ ബലിയർപ്പിക്കുന്ന ചടങ്ങുകളും ആ പുരാവൃത്തത്തിൻ്റെ ഓർമ്മകളായി തുടരുന്നു. ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന പ്രധാന തെയ്യമാണ് ഗുളികൻ. ശ്രീമഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരലിൽ നിന്ന് പൊട്ടിപ്പിളർന്നുണ്ടായ ദേവനാണ് ഗുളികൻ. മന്ത്രമൂർത്തി കൂടിയായ ഗുളികൻ ജനന മരണങ്ങളുടെ സാക്ഷിയാണ്. ഭൂമി അളക്കുന്ന കോലും
സമുദ്രമളക്കുന്ന നാഴിയുമായി ക്ഷേത്രത്തിൻ്റെ പുറംകാവൽ നോക്കുന്ന ഗുളികനെ പുറംകാലൻ എന്നും വിളിക്കുന്നു. പ്രാചീന കാലം മുതൽക്ക് തന്നെ കുറത്തി ദൈവസങ്കല്പം നിലവിലുണ്ട്. മുറവും ചൂലും കത്തിയും കൈകളിൽ ഏന്തിയെത്തുന്ന കുറത്തി ഉറുവര ദേവതയാണ്. ശിവപാർവതിമാർ കുറവനും കുറത്തിയുമായി ഭൂമിയിൽ സഞ്ചരിച്ചുവെന്ന വിശ്വാസമാണ് ഈ തെയ്യത്തിൻ്റെ ആധാരം. അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കുറത്തിയമ്മ ഇന്നും ആരാധിക്കപ്പെടുന്നു. ശക്തിയുടെ മറ്റൊരു ഭാവമാണ് പുലിയൂർക്കാളി. തുലാവനം എന്ന കാട്ടിനുള്ളിൽ ശിവൻ പുലികണ്ഠനായും ശ്രീപാർവതി പുലിക്കരിങ്കാളിയായും രൂപമെടുത്തപ്പോൾ ജനിച്ച പുത്രിയാണ് പുലിയൂർക്കാളി എന്നാണ് ഐതിഹ്യം. വനത്തിൻ്റെയും വന്യമൃഗങ്ങളുടെയും ആദിശക്തി ഈ തെയ്യത്തിൽ പ്രതിഫലിക്കുന്നു. ഉഗ്രഭാവവും വീരവും ഒരുപോലെ നിറഞ്ഞ പുലിയൂർക്കാളി ഭക്തർക്ക് രക്ഷയും അനുഗ്രഹവും പകരുന്ന ദേവീ സങ്കല്പമായാണ് ആരാധിക്കപ്പെടുന്നത്. ഓരോ തെയ്യവും ഒരു ദൈവസങ്കല്പം മാത്രമല്ല, ഉത്തര കേരളത്തിൻ്റെ ഓർമ്മകളാണ്. ഓരോ കാവും മലയാളിയുടെ ആത്മാവിനെ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സാംസ്കാരിക പൈതൃകമാണ്. കളിയാട്ടത്തിൻ്റെ ആരവങ്ങൾ പതുക്കെ അകന്നു പോകുമ്പോഴും ആ ചിലമ്പൊലിയും ഭക്തിയും ദൈവസാന്നിധ്യവും മനസ്സിൽ മായാതെ നിൽക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകി ദൈവങ്ങൾ മടങ്ങുമ്പോൾ നിറയുന്നത് കാവ് മാത്രമല്ല, കാത്തിരിപ്പ് കൂടിയാണ്. അടുത്ത കളിയാട്ടത്തിനായുള്ള പ്രതീക്ഷയുടെ കാത്തിരിപ്പ്.